പ്രവാസലോകത്തെ വാർത്തകൾ. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് താളം തെറ്റി വ്യോമഗതാഗതം. ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾക്ക് മാറ്റം. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രാജ്യാന്തര വ്യോമഗതാഗതത്തെ ബാധിച്ചു. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇറാൻ, ഇറാഖ് രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചിട്ടതാണ് കാരണം. യാത്രക്കാർക്കു വേണ്ട താമസ സൗകര്യം, റീഫണ്ട് തുടങ്ങിയ ബദൽ ക്രമീകരണങ്ങൾ നൽകാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ദുബായ് എയർപോർട്ടിൽ നിന്നും അബുദാബി എയർപോർട്ടിൽ നിന്നുമുള്ള വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചു. ദുബായിൽ നിന്നുള്ള ഇറാൻ, ഇറാഖ്, സിറിയ സർവീസുകൾക്ക് തടസ്സം നേരിട്ടു. 4 രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് UAE വിമാന കമ്പനികൾ പ്രധാനമായും റദ്ദാക്കിയത്. ഇറാഖ്, ജോർദാൻ, ലെബനോൻ, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വെള്ളിയാഴ്ച റദ്ദാക്കി. 5 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ കൂടി റദ്ദാക്കുമെന്ന് എയർലൈനുകൾ അറിയിച്ചു. ഇറാൻ, റഷ്യ, അസർബൈജാൻ, ജോർജിയ, ഇറാഖ്, ജോർദാൻ, ലെബനോൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കോ അവിടെ നിന്ന് തിരിച്ചോ ഉള്ള സർവീസുകളാണ് വെള്ളിയാഴ്ച റദ്ദാക്കിയത്. ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് വിമാന കമ്പനികൾ റദ്ദാക്കി. ഇവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ജൂൺ 14-നും ഇവിടേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ H-1B വിസ ക്യാപ് രജിസ്ട്രേഷനുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഫീസ് വർധനവും നയമാറ്റവുമാണ് കാരണം. US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട ഡാറ്റ പ്രകാരം ഈ വർഷം 3.58 ലക്ഷം രജിസ്ട്രേഷനുകൾ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. 2025 ലഭിച്ച 4.78 ലക്ഷം എൻട്രികളിൽ നിന്ന് 26.9% കുറവ് രേഖപ്പെടുത്തി. 2024 സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 54%-ലധികം കുത്തനെ ഇടിവാണ് കാണിക്കുന്നത്. ഈ സീസണിലെ ആകെ രജിസ്ട്രേഷനുകളിൽ 1,20,141 പേരെ അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. H-1B പ്രോഗ്രാം എല്ലാ വർഷവും 85,000 വർക്ക് വിസകൾ അനുവദിക്കുന്നു. ഇതിൽ 20,000 എണ്ണം US മാസ്റ്റർ ബിരുദമുള്ള അപേക്ഷകർക്കായി നീക്കിവച്ചിരിക്കുന്നു. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും US ടെക് തൊഴിലുടമകൾക്കും ഈ പ്രോഗ്രാം ഇപ്പോഴും നിർണായകമാണ്. രജിസ്ട്രേഷനുകൾ കുറയാൻ കാരണം സമീപകാല നയനിർവഹണം, രജിസ്ട്രേഷൻ പ്രക്രിയയിലെ മാറ്റങ്ങൾ, വർദ്ധിച്ച ചിലവുകൾ എന്നിവയാണെന്ന് അധികൃതർ പറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ നയമാറ്റം രജിസ്ട്രേഷൻ ഫീസ് $10 നിന്ന് $250 വർദ്ധിപ്പിച്ചതാണ്. ഈ മാറ്റം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ആദ്യകാല പ്രൊഫഷണലുകളെയും പിന്തിരിപ്പിച്ചു. H-1B വിസയുമായി ബന്ധപ്പെട്ട് മാറിവരുന്ന നിലപാടുകൾ ചിലരെ US പുറത്തേക്ക് ജോലി തേടാൻ പ്രേരിപ്പിക്കുന്നു. ഓസ്ട്രേലിയ, ജർമ്മനി, UAE തുടങ്ങിയ രാജ്യങ്ങൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ US-ലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്കിനെ ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കിയില്ലെങ്കിൽ 7 ഇരട്ടി തുക പിഴ ഈടാക്കും. പിഴ അടച്ചാൽ മാത്രമേ വിസയും ലേബർ കാർഡും പുതുക്കാൻ അനുവദിക്കൂവെന്നും അധികൃതർ അറിയിച്ചു. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നിർബന്ധമാക്കിയ ശേഷം ഏറ്റവും കൂടുതൽ പേർ ജൂൺ മാസം പദ്ധതിയിൽ ചേർന്നു. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കാത്തവർക്ക് പിഴ കൂടാതെ 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ച് അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസിൽ ചേർന്ന് 12 മാസം പൂർത്തിയാക്കുന്നതോടൊപ്പം പുതുക്കാൻ അപേക്ഷ നൽകണമെന്ന മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇത് സാധിക്കാത്തവർക്ക് 1 മാസത്തെ സാവകാശം ലഭിക്കും. ഈ കാലയളവിൽ പുതുക്കിയില്ലെങ്കിൽ പിഴ അടയ്ക്കണം. തുടർച്ചയായി 12 മാസമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 60% 3 മാസത്തേക്ക് നൽകുന്നതാണ് ഇൻഷുറൻസ് പരിരക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ധാരണയായി. ഇന്ത്യ സന്ദർശനത്തിനിടെ ചൈനീസ് വൈസ് വിദേശകാര്യമന്ത്രി സൺ വിഡോങ്ങും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത്. 2025 ജനുവരി 27-ന് ബീജിംഗിൽ നടന്ന അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ സ്ഥിതി ഇരുപക്ഷവും അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥിരപ്പെടുത്തുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരാൻ അവർ സമ്മതിച്ചു. ഈ വർഷം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നതിന് ചൈന നൽകിയ പിന്തുണയെ വിദേശകാര്യ സെക്രട്ടറി അഭിനന്ദിച്ചു. അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ചുള്ള വിദഗ്ധതല
സംവിധാനത്തിന് കീഴിൽ 2025 ഏപ്രിലിൽ നടന്ന ചർച്ചകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ജലശാസ്ത്ര ഡേറ്റയും അനുബന്ധ സഹകരണവും പങ്കിടുന്നതിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നു. വ്യോമയാന രംഗത്ത് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. പുതുക്കിയ വ്യോമ സേവന കരാർ എത്രയും വേഗം അന്തിമമാക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കൂടാതെ വിസ പ്രക്രിയകൾ ലഘൂകരിക്കുന്നതിനും മാധ്യമങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരുപക്ഷവും സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ആരോഗ്യരംഗത്ത് വ്യാപക മാറ്റങ്ങൾ വരുന്നു. പുതിയ പൊതുജനാരോഗ്യ നിയമം ജൂലൈയിൽ പ്രാബല്യത്തിലാകും. തൊഴിൽ താമസ വിസകൾക്കായുള്ള മെഡിക്കൽ പരിശോധനകളിലും ഡ്രൈവിംഗ് ലൈസൻസുകൾക്കുള്ള ആരോഗ്യ നിയന്ത്രണങ്ങളിലും നിർണായകമായ പുതിയ വ്യവസ്ഥകൾ നിയമം കൊണ്ടുവരും. പുതിയ നിയമം ദുബായിലെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക, സമൂഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുക, ആരോഗ്യപരമായ അറിവും അവബോധവും വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ മാതൃ ആരോഗ്യ സംരക്ഷണത്തിനും പുതിയ നിയമം പ്രാധാന്യം നൽകുന്നു. ഗർഭാവസ്ഥ, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം എന്നിവയിൽ അമ്മമാരുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന പരിപാടികൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. അതേസമയം ആരോഗ്യ സംരക്ഷണ നിലവാരം ഉറപ്പാക്കാനുള്ള നിയന്ത്രണങ്ങൾ, മെഡിക്കൽ ഗവേഷണങ്ങളുടെ പ്രോത്സാഹനം, രോഗികളുടെ അവകാശ സംരക്ഷണം, സ്വകാര്യത ഉറപ്പാക്കൽ, മെഡിക്കൽ ദുരുപയോഗ ആശങ്കകൾ പരിഹരിക്കൽ എന്നിവയും നിയമത്തിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ആരോഗ്യത്തിനായുള്ള വ്യക്തിഗതവും കൂട്ടായതുമായ ഉത്തരവാദിത്തത്തിന് ഇത് ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.